ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, അച്ഛാ, അമ്മേ, മോളെ, അച്ഛാ, മോളെ, എവിടെയായിരുന്നു അച്ഛാ? എല്ലാവരെയും സങ്കടപ്പെടുത്തിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? അച്ഛനും അമ്മയും കാറ്ററിംഗ് വേഷത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പുറത്തു വെച്ചെന്നെ പറഞ്ഞു കേട്ടു. സമാധാനമായി. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഓ, കെട്ടിയെടുത്തോ? കുറുപ്പ് വന്നിരുന്നു. കുറുപ്പിനെതിരെ പെറ്റീഷൻ കൊടുക്കാൻ നീയും, പഴി കേൾക്കാൻ ഞാനും. കുറുപ്പ് വെച്ച് നീട്ടുന്ന കയ്പ് നീര് മുഴുവൻ കുടിക്കുന്നത് ഞാനടി. അതെല്ലാം നീ ഉണ്ടാക്കിയതാ. നല്ലൊരു ദിവസമായിട്ട് നീ കണ്ടില്ലേ പേക്കോലങ്ങളായിട്ട് അച്ഛനമ്മമാരെ കെട്ടിയെടുത്തിരിക്കുന്നത്? അതും എന്നെ അപമാനിക്കാൻ, കുശിനിക്കാരുടെ വേഷത്തില്. തൃപ്തിയായില്ലടി നിനക്കൊക്കെ? നിർത്ത്. കുറ്റങ്ങളെല്ലാം ഞങ്ങളിൽ കെട്ടിയേൽപ്പിക്കാതെ അച്ഛനമ്മമാരെ തമ്മിൽ വേറെ പിരിച്ചത് ഏട്ടനല്ലേ? വീണ്ടും അവരെ ഒന്നിച്ചപ്പോ രായ്ക്ക് രാമാനം അവരെ ഓടിച്ചു വിട്ടത് നിങ്ങളല്ലേ? അച്ഛനെ ചതിച്ചുണ്ടാക്കിയ പണം കൊണ്ടല്ലേ ഈ പുതിയ വീട് നിങ്ങൾ വെച്ചത്? എന്നിട്ട് വെറുതെ കിടന്ന് കുരയ്ക്കണ്ട. അതെ, ഞങ്ങളാരും വലിഞ്ഞു കയറി വന്നതൊന്നല്ല, വിളിച്ചിട്ടാ വന്നത്. നിന്റെ തന്ത എന്നാലും ഫാൻസി ഡ്രസ് ഇട്ട് വന്നല്ലോ. അതാര് വിളിച്ചിട്ടാണി? അതിനാരും വിളിക്കണ്ട. ജനിപ്പിച്ചതിന്റെ അവകാശം മാത്രം മതി. ആയിട്ടടിച്ചാൽ കൊന്നുകളയും ഞാൻ. പാല് കാച്ചാണെന്ന് ഞാൻ നോക്കില്ല. വേണ്ട മോളെ, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല അച്ഛാ, പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല വന്നത്. പക്ഷേ പാല് കാച്ചി ഈ വീട്ടിൽ സഹോദരൻ കൊന്നിട്ട് സഹോദരിയുടെ ജഡം കിടന്നാൽ എന്റെ അച്ഛനും അമ്മയെ സഹകരിപ്പിക്കാത്ത ചടങ്ങിൽ ഞാനും സഹകരിക്കുന്നില്ല. നമുക്കിറങ്ങാം അച്ഛാ. മോളെ, ഞങ്ങള് വന്നത് പാലുകാച്ചി ചടങ്ങിനല്ല, കാറ്ററിംഗ് ജോലിക്കാരായിട്ട് ഫുഡ് വിളമ്പി കൊടുക്കാനാ. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാ നാളെ മുതല് ഞങ്ങളുടെ അന്നം മുട്ടിപ്പോവും. അച്ഛച്ച, അച്ഛച്ചന് ഇനി എവിടെയും പോകണ്ട, ഞാൻ വിടില്ല. ഇത് കണ്ടോ, ഇതാണ് രക്തത്തിന്റെ ഗുണം. ഏതായാലും ഞാൻ പ്രസവിച്ചത് വെറുതെ ആയില്ല. അതെ, മുഹൂർത്തം അടുക്കാറായി. എല്ലാരും ഇങ്ങോട്ട് വരിക. മാനത്തെ കൊട്ടാ